വെറുതെ കളഞ്ഞു കിട്ടിയ ഒരു പൈപ്പാണ്. അതിൻ്റെ മുകളിലും താഴെയുള്ള ബെൻഡൊന്നും മുറിച്ച് മാറ്റി സ്ട്രെയിറ്റ് ആക്കാനായിട്ട് നിന്നില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക് പോട്ട് എടുത്തു, അതിലേക്ക് കുറേ കരിയില ഇട്ട് കൊടുത്തു, നന്നായി പ്രസ് ചെയ്ത് വെച്ചു. പിന്നെ ചകിരിച്ചോറും മണ്ണും ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിൽ കയറ് കെട്ടുന്നത് അല്പം മുകളിലേക്ക് മാറ്റി കെട്ടിയാൽ മതിയാകും. അതായത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നനയാത്ത രീതിയിൽ, മണ്ണിൽ മുട്ടാത്ത രീതിയിൽ കയറ് കെട്ടി കൊടുത്താൽ മതിയാകും. ഈ ഒരു സ്റ്റെമ്മ് മാത്രമാണ് അല്പമെങ്കിലും നീളമുള്ളൊരു മണി പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റെമ്മുകളാണ്. അതൊക്കെ നമുക്ക് ആ മണ്ണിൻ്റെ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള ഗ്രോത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ വളരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നനച്ച് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മളിതിനെ മുകളിൽ നിന്ന് ആ കയറിലേക്കും വെള്ളം വീണ് ഈ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റൂട്ട്സിലൊക്കെ വെള്ളം കിട്ടുന്ന രീതിയിൽ നനച്ച് കൊടുക്കണം. ഇങ്ങനെ സിങ്കിൽ വെച്ച് നനയ്ക്കുന്നതിനേക്കാട്ടിലും നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഓസ് വെച്ച് നനയ്ക്കുകയോ അല്ലെങ്കിൽ ബാത്റൂമിൽ ഷവറിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവയ്ക്കുകയോ ചെയ്യുന്നതാണ് നല്ലത്.